സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സമീക്ഷ. ഹമാസിൻ്റെ നേതാവ് ഹാനിയ ഇറാനിൽ വെച്ച് വധിക്കപ്പെട്ടതിന് ശേഷം ഒരു യുദ്ധത്തിൻ്റെ മണം ഇസ്രായേലിൻ്റെ ചുറ്റുവട്ടത്തിലുണ്ട് എന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ ലെബനോനിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാൻ US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ലെബനോൻ എന്നത് ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തായുള്ള ഒരു രാജ്യമാണ്. അതിന് തൊട്ട് സിറിയയുമുണ്ട്. ഇറാന് ഇസ്രായേലുമായിട്ട് നേരിട്ട് അതിർത്തിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ അകലെയാണ് ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്നത്. ഇറാനിൽ നിന്ന് നേരിട്ട് ഇസ്രായേലിലേക്ക് വരിക എന്നുള്ളത് ഏകദേശം അസാധ്യമായ കാര്യമാണ്. നേരിട്ട് ബോർഡറില്ല ഈ രാജ്യങ്ങൾ തമ്മിൽ. വെർട്ടിക്കലായി നോക്കുമ്പോൾ ഇടയ്ക്ക് സൗദി അറേബ്യയും ഇറാനും വരുന്നുണ്ട്. തൊട്ടടുത്തുള്ളത് ഇറാനാണ്. ഇറാൻ കഴിഞ്ഞ് സൗദി അറേബ്യ കടന്നതിന് ശേഷമാണ് ജോർദാനും കടന്നതിന് ശേഷമാണ് ഇസ്രായേൽ. ഇറാനിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ ഇറാൻ നേരിട്ട ഒരു ആക്രമണം എന്ന് പറയുമ്പം ഈ രാജ്യങ്ങളുടെ ഒക്കെ എയർ സ്പേസ് വയലേറ്റ് ചെയ്തുകൊണ്ടേ അവർക്ക് വരാൻ സാധിക്കുള്ളൂ. കരയിലൂടെ നീക്കം അചിന്ത്യമാണ്. എയറിലൂടെയുള്ളൊരു നീക്കമാണെങ്കിൽ തന്നെ ഈ രാജ്യങ്ങളുടെയൊക്കെ ഇറാഖിൻ്റെയും സൗദി അറേബ്യയുടെയും ജോർദാൻ്റെയും എയർ സ്പേസുകൾ വയലേറ്റ് ചെയ്തുകൊണ്ടേ ഇറാന് ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നേരെ മറിച്ച് വടക്ക് ഭാഗത്തൂടെ ആണെങ്കിൽ ടർക്കിയുടെയും സിറിയയുടെയും എയർ സ്പേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാന് ഇസ്രായേലിലേക്ക് എത്താവുന്നതാണ്. എന്തായാലും സ്വന്തം എയർ സ്പേസിൽ നിന്ന് നേരിട്ട് ഇസ്രായേലിൻ്റെ എയർ സ്പേസിലേക്ക് കടക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് അസാധ്യമാണ്. ഹാനിയ ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ടു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് വലിയ അഭിമാന പ്രശ്നമാണ്. പക്ഷേ ഇറാന് ഉള്ള ഒരു പ്രധാന പ്രശ്നം, ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ യാതൊരു മൈത്രിയുമില്ല. ഷിയാക്കളെ മുസ്ലിങ്ങളായി സുന്നികൾ കാണുന്നില്ല. ലോകത്തിൽ ഷിയാക്കൾ ഭരിക്കുന്ന ഒരേ ഒരു രാജ്യം ഇറാൻ മാത്രമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം സുന്നികൾക്കാണ് ഭൂരിപക്ഷം, ഭരിക്കുന്നതും സുന്നികളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളൊന്നും ഇറാൻ്റെ സുഹൃത്തുക്കളല്ല. ഇസ്രായേലുമായുള്ള വിരോധത്തിൻ്റെ പേരിൽ ചില്ലറ സൗഹൃദങ്ങൾ നിലവിലുണ്ട് എന്നല്ലാതെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്കൊന്നും ഇറാനോട് താല്പര്യമില്ല. ഈ മതപരമായ പ്രശ്നം തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള പ്രധാന സംഗതി. അതുതന്നെയാണ് ഇറാൻ്റെ മുഖ്യ ബുദ്ധിമുട്ടും. മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഇറാന് ലഭിക്കുകയില്ല. പക്ഷേ നേരെ മൂക്കിന് താഴെ വന്ന് ആക്രമിച്ചു പോയ ഇസ്രായേലിനെ വിട്ടുകളഞ്ഞാൽ ന്യൂക്ലിയർ പവറാകാനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ മിലിറ്ററി ശക്തിയെന്ന് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ച് അത് വലിയൊരു അഭിമാന പ്രശ്നവുമാണ്. ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഇറാൻ ചിന്തിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കും. അപ്പോൾ അവരതിന് മുതലാക്കാൻ സാധ്യതയുള്ളത് ഇപ്പോഴത്തെ നിലവിൽ ഇറാൻ്റെ പിന്തുണയോടെ ലെബനനിൽ ഇസ്രായേലിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന കൊച്ചു രാജ്യമായ ലെബനനിലുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന ഏതാണ്ട് ഹമാസിനെ പോലെ തന്നെ ഉള്ള ഒരു തീവ്രവാദി സംഘടന. ആ തീവ്രവാദി സംഘടനയെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ തുനിഞ്ഞേക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഹമാസിനേക്കാൾ ശക്തമാണ് ഹിസ്ബുള്ള. പക്ഷേ ലെബനൻ എന്ന് പറഞ്ഞ രാജ്യം തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. സിവിൽ വാറാണ്. ഇനി ഇറാനോട് കുറച്ചൊക്കെ സൗഹൃദമുള്ള സിറിയയാവട്ടെ, അവിടെയും വലിയ സിവിൽ വാർ നടക്കുകയാണ്. അതിനകത്തെ വലിയ രസം എന്ന് പറയുന്നത് ഏകദേശം 2006 തുടങ്ങിയ സിറിയൻ സിവിൽ വാറിൽ ഇതുവരെ 6 ലക്ഷത്തോളം മനുഷ്യരവിടെ മരിച്ചിട്ടുണ്ട്. ഈ ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിൽ നടക്കുന്ന യുദ്ധസമാനമായ സംഗതികളിൽ ഇസ്രായേലിനെ ആക്രമിക്കുകയും അതിൻ്റെ ഫലമായി ഇസ്രായേൽ തിരിച്ച് ആക്രമിക്കുകയും ചെയ്യുന്ന സംഗതികളിൽ ഏകദേശം 40,000-ഓളം മനുഷ്യർ മരിച്ച കാര്യം പത്രമാധ്യമങ്ങൾ വലുതായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ സിറിയയിൽ 6 ലക്ഷം മനുഷ്യർ, അത് മുസ്ലിങ്ങൾ തന്നെയാണ്, അവർ തമ്മിൽ തല്ലിട്ടാണ്. 6 ലക്ഷം മനുഷ്യർ മരിച്ച കാര്യം മാധ്യമങ്ങളിൽ ചെറിയ തലക്കെട്ടുകളിൽ പോലും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോഴും അവിടെ മനുഷ്യർ ധാരാളമായി മരിച്ചുകൊണ്ടിരിക്കുകയും
അവിടെ നിന്ന് ആളുകൾ ധാരാളമായി ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സിറിയയോട് ചേർന്നിട്ടാണ് ലെബനനുമുള്ളത്. ലെബനനും സിറിയയ്ക്കും ഇസ്രായേലുമായി അതിർത്തിയുണ്ട്. ഇവരൊക്കെ പഴയ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ലെബനനിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സിവിൽ വാറാണ്, അങ്ങേയറ്റത്തെ പട്ടിണിയാണ്. പാലസ്തീനിയൻ അഭയാർത്ഥികളായിട്ടുള്ള ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ അവിടെയുണ്ട്. അവർ മുസ്ലിങ്ങളിലെ മറ്റു വിഭാഗമാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച 2 വിഭാഗങ്ങളിൽപ്പെടുന്നവർ. ഇറാനിയൻ പക്ഷത്ത് വരുന്നവരല്ല വാസ്തവത്തിൽ ഈ ഇസ്രായേലിലുള്ളവർ. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് ഇസ്രായേലിനോടുള്ളൊരു വിരോധത്തിൻ്റെ ഭാഗം മാത്രമാണ്. മതപരമായ സംഗതിയേക്കാളേറെ ഈ ഇസ്രായേലിലുള്ള സുന്നി വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളെ ഇറാൻ സഹായിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള അവരുടെ വിരോധം, ഒരുപക്ഷെ അസൂയ, അതുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള സംഗതിയാണ്, അല്ലാതെ മതപരമായ സംഗതിയല്ല. ഈ പറയുന്ന ഒരു ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് അഭയാർത്ഥി എന്ന് പറഞ്ഞ് പോകുന്ന ഒരു പാലസ്തീനിയൻ അഭയാർത്ഥിയെപ്പോലും സ്വീകരിക്കുവാൻ ഇറാൻ തയ്യാറാവുകയില്ല. കാരണം മതപരമായ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതൊരു വഴക്കിൻ്റെ വിഷയം മാത്രമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു യുദ്ധത്തിലേക്ക് വളരുമോ എന്നുള്ള ഒരു ആശങ്ക ലോകത്തിലുണ്ട്. എന്തായാലും ഇറാൻ സാധാരണഗതിയിൽ ഇസ്രായേലുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ളൊരു മൗഢ്യം ഇറാൻ കാണിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ തീയിൽ നിൽക്കുന്ന ഒരു അവസരമാണ്. അവർ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ വളരെ ഭീകരമായിട്ട് അവർ തിരിച്ചടിക്കും. കാരണം ഒരു സ്ലോ വാർ, പതുക്കെ ഒന്ന് യുദ്ധം ചെയ്യാം, നിയന്ത്രിതമായി യുദ്ധം ചെയ്യാം എന്ന ഒരു സാഹചര്യം അവരെ സംബന്ധിച്ച് നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമണത്തിന് മുതിർന്നാൽ ഒറ്റയടിക്ക് അതിനെ തകർത്ത് കളയുക എന്നുള്ള നിലയ്ക്ക് തന്നെ ഇസ്രായേലിന് റിയാക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അമേരിക്കയുടെ കപ്പൽപ്പടകൾ മധ്യാഹ്നയിലേക്ക് നീങ്ങുന്നതായി ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളുണ്ട്. ഇനി ഇറാനെ സംബന്ധിച്ച് കടൽ വഴി ഇസ്രായേലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അറബിക്കടലിൽ പ്രവേശിച്ചതിന് ശേഷം റെഡ് സീയിലൂടെയാണ് അവർക്ക് ഇസ്രായേലിലേക്ക് എത്താൻ പറ്റുക. പക്ഷെ അതിന് തക്ക ഒരു നാവിക ശക്തിയൊന്നും അശേഷം ഇറാനില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അവരെ സംബന്ധിച്ച് അവർ ന്യൂക്ലിയർ വെപ്പൺസിൽ എക്സ്പെരിമെൻ്റ് നടത്തിയിരുന്നു. അതിൽ അവർ എന്താണ് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ലോകത്തിന് ഇപ്പോഴും സംശയമുണ്ട്. തീർച്ചയായിട്ടും ഇറാൻ ഈ ഒരു അവസരത്തിൽ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ തീരുമാനിക്കാൻ സാധ്യതയില്ല. നേരിട്ട് ഏറ്റുമുട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അവരാകെ ചെയ്യാൻ സാധ്യതയുള്ളത് ഈ ലെബനനിലെ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. ലെബനനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ ഒരു സംഗതി അല്ല തന്നെ. ഇപ്പോൾ അത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ വരുന്ന സ്ഥലമാണ് ലെബനൻ. അവർ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേൽ ഇപ്പം പലസ്തീൻ പ്രദേശത്ത് ചെയ്യുന്നത് പോലത്തെ ഒരു പ്രത്യാക്രമണം ആവില്ല ലെബനനിൽ വരിക. കാരണം പലസ്തീൻ പ്രദേശത്ത് എത്രയാണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അത് അവരുടെ രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൽ അവർക്ക് ലിമിറ്റഡ് ആയിട്ടേ ആക്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ലെബനൻ വേറൊരു രാജ്യമാണ്. അവിടെ നിന്ന് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിഭീകരമായിട്ട് അവർ തിരിച്ചാക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോൾ തന്നെ തകർന്ന തരിപ്പണമായി കിടക്കുന്ന ലെബനനെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാനേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു സംഗതി റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇറാനെ സംബന്ധിച്ച് കുട്ടിക്കരങ്ങനെ കൊണ്ട് ചോറ് വാരിക്കുന്നത് പോലെ അകലത്തിരുന്നു കൊണ്ട് ഈ ലെബനനിലുള്ള ഷിയാക്കളായിട്ടുള്ള, ലെബനനിൽ ചെറിയൊരു പെർസെൻറ്റേജ് ഷിയാക്കളുണ്ട്. ഏകദേശം ഒരു മൊത്തം പോപ്പുലേഷൻ്റെ ഒരു 20% താഴെ മാത്രം വരുന്ന ഷിയാക്കളാണ്. അവിടെ ഷിയകളുണ്ട്, സുന്നികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പം അതൊക്കെ പൊളിറ്റിക്കൽ പവറിലുമുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ പവർ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ഇഫക്റ്റീവ് ഗവൺമെൻറ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം അവരുടെ ഇലക്ഷനൊക്കെ ഫെയിലായിരുന്നു. നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. ആ ഗവൺമെൻറ്റിന് രാജ്യത്തിൻ്റെ മേലെ പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല. ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനം അവർക്ക് ആവശ്യമുള്ള സമയത്ത് മിസൈലുകൾ ഇങ്ങനെ പല ഭാഗത്തേക്കും അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഉണ്ടാക്കി വയ്ക്കുന്ന ആ ഒരു ദൂഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇസ്രായേലിനെ ആക്രമിച്ച് അവർ വരുത്തി വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ കോൺസിക്വൻസ് ആ രാജ്യം മുഴുവനായിട്ടും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പരന്നെത്താനുള്ള സാധ്യത ഇപ്പോഴും നിലവിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അവിടെ ഭീഷണിയായി നിൽക്കുന്ന ഒരു തുർക്കിയുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതുവരെയും അതിൻ്റെ നേതാവ് എർദോഗൻ അദ്ദേഹം ഒരിക്കൽ പോലും വാക്കുപാലിക്കുന്ന ഒരാളായിട്ട് കാണപ്പെട്ടിട്ടില്ല. മാത്രമല്ല അതും ഏകദേശം ഒരു ഊതിവീർപ്പിച്ച ഒരു ബലൂണാണ്. ഇറാൻ്റെയൊക്കെ പോലെ തന്നെയാണ്. മിലിറ്ററി പവർ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, മിലിറ്ററി പവർ ഉണ്ട്. എങ്കിൽ പോലും ഇസ്രായേലിൻ്റെ മിലിറ്ററി പവർ എന്ന് പറയുന്നത് അൺനോണാണ്. കാരണം അവർ ടെഹ്റാനിൽ പോയി
ഹാനിയയെ എങ്ങനെ തീർത്തു എന്നുള്ളത് പത്രമാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. പടക്കം വെച്ചിട്ടാണ്, കുറച്ച് പേരിടുന്ന മിസൈൽ വെച്ചിട്ടാണ്. ഇപ്പോഴും അത് കൺഫേംഡ് ഒന്നുമല്ല. എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൺഫേംഡ് ഒന്നുമല്ല, ഏത് തരക്കാണെന്നുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഒരു നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്കൊന്നും ഇത് വളരാൻ സാധ്യതയില്ല. പരമാവധി സംഭവിക്കാവുന്ന ഹിസ്ബുള്ളയെ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സമീക്ഷ ഇവിടെ അവസാനിക്കുന്നു.